ഇവിടെ ഒരു ഭർത്താവ് നേരം വൈകി വീട്ടിലേക്ക് വന്നത് കാരണം അവന്റെ ഭാര്യ വളരെയധികം ദേഷ്യത്തിലാണ്. എന്നാൽ ഇത് കണ്ട ഭർത്താവ് നിന്റെ പോലെ എന്റെ വർക്ക് മുഴുവൻ ലാപ്ടോപ്പിലായിരുന്നുവെങ്കിൽ ഞാനും വീട്ടിലിരുന്നേനെന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായി. അവന്റെ ഭാര്യ ലാപ്ടോപ്പിൽ പണിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല, അത് എളുപ്പമായത് കാരണമാണോ ഞാൻ നിന്നേക്കാൾ 2 മടങ്ങ് കൂടുതൽ ശമ്പളം വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം അവർ രണ്ടുപേരും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരുമിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ലാപ്ടോപ്പിൽ തന്നെ നോക്കിയിരുന്ന് ദേഷ്യത്തോടെ അവനോടൊന്നും മിണ്ടുന്നില്ല. ഒന്ന് പാട്ട് വെച്ചോട്ടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ പാട്ട് വെച്ചാൽ ഞാനെങ്ങനെ ജോലി ചെയ്യും, വേണമെങ്കിൽ ഇയർഫോണിൽ പാട്ട് വെച്ചോ എന്ന് അവൾ പറയുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു പയ്യൻ ലിഫ്റ്റ് ചോദിച്ചത് കണ്ട് ആ പെൺകുട്ടി വണ്ടി നിർത്തരുതെന്ന് അവനോട് പറഞ്ഞെങ്കിലും ആ പയ്യനെ കണ്ട് പാവം തോന്നി അവൻ ആ പയ്യനെ കാറിൽ കയറ്റുന്നു. എന്നാൽ കാറിൽ കയറിയത് മുതൽ അവൻ അവരോട് നിങ്ങളുടെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്താ ജോലി എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ ഭർത്താവ് അതിനെല്ലാം ഉത്തരം കൊടുക്കുന്നു. എന്നാൽ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച ഭർത്താവ് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ആ പയ്യനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം അവിടേക്ക് ബൈക്കിൽ കുറച്ച് പയ്യന്മാർ വന്ന് അവരുടെ കാറിലുണ്ടായിരുന്ന പയ്യൻ അവരോട് സംസാരിക്കാൻ ആരംഭിച്ചത് കണ്ട് അവൾ പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ച് ഞാൻ അവനെ കാറിൽ കയറ്റണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്നാൽ സംഗതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഭർത്താവിനും മനസ്സിലായി. അവൻ ആ പയ്യനെ കയറ്റാതെ പെട്ടെന്ന് വണ്ടി മുന്നിലേക്ക് എടുത്തു. എന്നാൽ അവൻ എന്നെ സാറേ എന്ന് വിളിച്ച് പുറകെ ഓടി വരുന്നുണ്ട്, പാവം തോന്നുന്നു, നമുക്ക് അവനെ കയറ്റിയാലോ എന്ന് ഭർത്താവ് ചോദിച്ചതും അവൾ അവനോട് നിന്നെ സാറെന്ന് ആര് വിളിച്ചാലും നീ അവനെ വണ്ടിയിൽ കയറ്റുമോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ അവളുടെ ഭർത്താവ് ആ പയ്യനെ വണ്ടിയിൽ കയറ്റാൻ തീരുമാനിക്കുന്നു. അവർ എന്റെ കൂട്ടുകാരനാണ്, ഒന്ന് സംസാരിച്ചതാണ്, എന്റെ ഗ്രാമം തൊട്ടടുത്താണ്, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ അവരുടെ കാറിൽ കയറുന്നു. എന്നാൽ ഇതേ സമയം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ബൈക്കിൽ അവിടേക്ക് വന്ന് പെട്ടെന്ന് പിന്നിലുണ്ടായിരുന്ന പയ്യൻ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ ആരംഭിച്ച് ആ ഭാര്യയും ഭർത്താവും അവരുടെ കെണിയിൽപ്പെട്ടു.